പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ തട്ടിയ സർക്കാർ ഉദ്യോഗസ്ഥർ കേരളത്തിന് തന്നെ നാണക്കേടല്ലേ? ഈ പട്ടിക ലവലേശം ഉളുപ്പില്ലാത്ത സർക്കാർ ജീവനക്കാരുടേതാണ്. പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്ന 1458 ജീവനക്കാരുടേത്. ഇൻഫർമേഷൻ കേരള മിഷൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 65 ലക്ഷം ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചു. റിപ്പോർട്ട് കിട്ടിയപ്പോൾ ധനവകുപ്പ് ഞെട്ടി. ക്ഷേമ പെൻഷൻ തട്ടിയ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലെ അധ്യാപകനാണ്. മറ്റൊരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരും നാണക്കേടിന്റെ പര്യായമായ പട്ടികയിലുണ്ട്. ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 227 ജീവനക്കാരും ക്ഷേമ പെൻഷൻ തട്ടിയവരാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 124 പേർ, ആയുർവേദ വകുപ്പിൽ 114 പേർ, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേർ, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേർ, അങ്ങനെ നീളുന്നു പട്ടിക. അനധികൃതമായി കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ വകുപ്പുകൾക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകി. ഇതുകൂടാതെ സർവീസ് ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടി വേറെയും ഉണ്ടാകും.